ഹരേ കൃഷ്ണ. രാവണനെ ബാലിയുടെ വാലിൽ കെട്ടിത്തൂക്കുന്ന കഥാഭാഗമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് രാവണൻ്റെ കൊട്ടാരത്തിൽ നാരദര് ചെല്ലുന്ന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ രാവണൻ ചോദിക്കുകയാണ്, അങ്ങിപ്പോൾ എവിടെ നിന്നും വരുന്നു? എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? ദേവേന്ദ്രൻ്റെ കഥകളെല്ലാം അങ്ങ് അറിഞ്ഞില്ലേ? ഇനി എന്നെ ധിക്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് അന്വേഷിച്ചു വരണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവണൻ ആരാണെന്ന് അവനെ അറിയിച്ചും കൊടുക്കണം. അത് കേട്ട നാരദൻ പറഞ്ഞു, കൊള്ളാം ലങ്കാധിപ, അങ്ങയുടെ സാമർഥ്യത്തെയും ബലത്തെയും കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. രാവണൻ എന്ന പേര് കേൾക്കുമ്പോൾ ദേവകുലൊക്കെ വിറയ്ക്കുകയാണ്. എങ്കിലും അങ്ങയോട് അത് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നാരദൻ രാവണനെ ചൊടിപ്പിച്ചു. എന്താ നാരദരെ, ശങ്കിക്കാതെ കാര്യം പറയൂ. നമുക്കെതിരാളിയായി ആരെയെങ്കിലും കണ്ടുവോ? ഹേ രാക്ഷസരാജ, ദേവേന്ദ്രൻ്റെ മകനായ ബാലിയെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലേ? ഓഹോ, ഒരു വാനരനല്ലേ അവൻ? അവനെന്തു പറഞ്ഞു? ഛേ കഷ്ടം, ഞാനതെങ്ങനെ പറയാൻ നിങ്ങളോട്? പറയൂ നാരദരെ, നമുക്കത് കേൾക്കുവാൻ തിടുക്കമായി. അവൻ എന്തു പറഞ്ഞു? കൊള്ളാം, അവൻ അങ്ങയെ ദുഷിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാമോ? രാവണൻ അവന് വെറും ഒരു പുല്ലിന് സമമാണെന്ന്. വെറും ഒരു വാനരനായ അവന് അങ്ങയെ ഇത്തരത്തിൽ പരിഹസിക്കാൻ എങ്ങനെ നാവുയർന്നു? ആ ബാലിയെ വെറുതെ വിടാൻ പാടില്ല. അവനെ അടിച്ച് ചതച്ച് വള്ളി കൊണ്ട് അരയിൽ കെട്ടി എല്ലാവർക്കും കാണുകെ കൊണ്ടു നടക്കണം. അങ്ങ് ആരാണെന്ന് അവനും ഒന്ന് മനസ്സിലാക്കട്ടെ. അല്ലാതെ അവൻ്റെ അഹങ്കാരം ശമിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങ് ഉടൻ തന്നെ പുറപ്പെടുക. നാരദൻ്റെ ഏഷണി ശരിക്കുമേറ്റു. രാവണൻ ഉടൻ തന്നെ തേരും കുതിരയും ആയുധപാണികളായ സൈന്യങ്ങളുമായി പുറപ്പെടുവാൻ ഒരുങ്ങുന്നത് കണ്ട് നാരദൻ പറഞ്ഞു, ഒരു വാനരനെ പിടിക്കാൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വില്ലും അമ്പും വേണ്ട, ആയുധപാണികളായ ആളുകളും വേണ്ട, ഒരു വെറും കയർ മാത്രം മതി. അവനെ സൂത്രത്തിൽ കയറുകൊണ്ട് ബന്ധിച്ചു കൊണ്ട് പോരുക. വേണമെങ്കിൽ സഹായത്തിനായി ഞാനും വരാം. നാരദൻ്റെ നിർദ്ദേശപ്രകാരം രാവണൻ നാരദനോടൊപ്പം തേരിലേറി ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തെത്തി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ